നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സഹവിദ്യാർത്ഥികൾ ഇപ്പോഴിതാ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേസിലെ മുഖ്യപ്രതിയായ കുട്ടിയുടെ പിതാവിന് TP വധക്കേസ് പ്രതികളുമായി അടുത്ത ബന്ധം. ഇയാൾ കൊട്ടേഷൻ മാഫിയ സംഘത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു. ഷഹബാസിനെതിരെ ആക്രമണം ആസൂത്രണം ചെയ്തതിൽ പ്രധാനിയായ കുട്ടിയുടെ പിതാവിനാണ് ഇത്തരം മാഫിയ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ളത്. ഇയാൾ TP വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രം ഇതിനകം തന്നെ പുറത്തു വന്നു. ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തിയത് ഇയാളുടെ വീട്ടിൽ നിന്ന്. കുട്ടിയുടെ പിതാവ് തന്നെയാണ് ഈ നഞ്ചക്ക് കുട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് എന്ന് പോലീസ് സംശയിക്കുന്നു. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്റർ പരിസരത്ത് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സമയത്ത് ഇയാൾ സംഭവസ്ഥലത്ത് എത്തുകയും ചെയ്തു. ആക്രമണ സമയത്ത് മുഖ്യപ്രതിയുടെ പിതാവ് സ്ഥലത്തെത്തിയിരുന്നു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികൾ രക്ഷപ്പെടുമോ എന്ന ഭയമാണിപ്പോൾ ഷഹബാസിന്റെ കുടുംബത്തിന്. TP വധക്കേസ് പ്രതിയുമായുള്ള അടുപ്പം മാത്രമല്ല, CPMുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ഇയാൾ. വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഈ പിതാവ് തന്നെയാണ് തൻ്റെ കുട്ടിയെ ഷഹബാസിനെ മർദ്ദിക്കാനായി പറഞ്ഞയച്ചത് എന്നും പോലീസ് കരുതുന്നു. എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളായ 5 വിദ്യാർത്ഥികൾക്കെതിരെ കഴിഞ്ഞ ദിവസം കൊലക്കുറ്റം ചുമത്തിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. ട്രീസ് ട്യൂഷൻ സെന്ററിലെ യാത്രയയപ്പ് പരിപാടിയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ ആക്രമണങ്ങൾ. ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി GVHSS വിദ്യാർത്ഥികളും എളേറ്റിൽ സ്കൂളിൽ വിദ്യാർത്ഥികളും ഏറ്റുമുട്ടുകയായിരുന്നു. ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്നില്ല ഷഹബാസ്. എളേറ്റിലെ സ്കൂളിലെ സഹപാഠികൾക്കൊപ്പം ഷഹബാസും വിഷയത്തിൽ ഇടപെട്ടു. ഈ സംഘർഷത്തിലാണ് ഷഹബാസിന് ഗുരുതര പരിക്കേറ്റത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഷഹബാസിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ICUവിൽ പ്രവേശിപ്പിച്ച ഷഹബാസിന് വെള്ളിയാഴ്ച 2 വട്ടം ഹൃദയാഘാതമുണ്ടായി. വെന്റിലേറ്റർ സഹായത്തിലാണ് തുടർന്നതെങ്കിലും ശനിയാഴ്ച ഷഹബാസ് മരിച്ചു. തലക്കേറ്റ ഗുരുതര പരിക്കായിരുന്നു മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. മർദ്ദനമേറ്റ ഷഹബാസിന്റെ തലയോട്ടി തകർന്ന നിലയിലായിരുന്നു. ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്കും മറ്റ് 4 മൊബൈൽ ഫോണുകളും പിന്നീട് പോലീസ് പരിശോധനയിൽ കണ്ടെടുത്തു. പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ വീടുകളിലും അന്വേഷണ സംഘം വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് ഒരേ സമയം പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് ആക്രമണത്തിനുപയോഗിച്ച ആയുധവും മറ്റു ഫോണുകളുമൊക്കെ പോലീസ് കണ്ടെടുത്തത്. മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന ആക്രമണമാണ് ഷഹബാസിന് നേർക്ക് നടന്നത്. ഗുണ്ട കൊലയാളി സംഘങ്ങളെ പോലെയാണ് ഈ വിദ്യാർത്ഥികൾ പ്രവർത്തിച്ചത്. ആക്രമണം നടത്താൻ വാട്സാപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുമൊക്കെ വിദ്യാർത്ഥികളുണ്ടാക്കി. ആക്രമണത്തിന് ഉപയോഗിച്ച ഫോണുകൾ കണ്ടെടുത്തതോടെ ഫോൺ വിശദമായി പരിശോധിക്കുമ്പോൾ ഏത് തലത്തിലാണ് ആക്രമണം നടത്തിയത് എന്നും വ്യക്തമാകുമെന്ന് പോലീസ് പറയുന്നു. ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും മുതിർന്നവർക്കും പങ്കുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു. നഞ്ചക്ക് കൊണ്ടുള്ള അടിയിൽ തലയോട്ടി പൊട്ടിയതാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. 4 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും പ്രതികളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവ ഉപയോഗിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പിടിച്ചെടുത്ത ഫോണുകളിൽ കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ ശബ്ദ സന്ദേശങ്ങളുണ്ട്. കൂടുതൽ തെളിവുകൾ ഈ ഫോണുകളിൽ നിന്ന് വീണ്ടെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഷഹബാസ് വധക്കേസിലെ പ്രതികളെ SSLC പരീക്ഷ എഴുതിക്കാൻ താമരശ്ശേരിയിൽ കൊണ്ടുവന്നാൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് താമരശ്ശേരി മണ്ഡലം കമ്മിറ്റി പറഞ്ഞു. പ്രതികളെ പരീക്ഷയ്ക്ക് കൊണ്ടുവരുന്നത് മറ്റു കുട്ടികളെ ബാധിക്കും. ജീവിക്കാനുള്ള അവകാശം കവർന്നവർക്ക് വിദ്യാഭ്യാസ അവകാശ സംരക്ഷണം നൽകരുത് എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. പ്രതികളെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുത്തി പരീക്ഷ എഴുതിപ്പിക്കരുത്. കോഴിക്കോടിന് പുറത്ത് മറ്റു ജില്ലയിൽ പ്രത്യേക ബ്ലോക്കിൽ പ്രതികളെ മാത്രം ഇരുത്തി പരീക്ഷ എഴുതിപ്പിക്കണമെന്നും ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും മന്ത്രിക്കും നൽകിയ പരാതിയിൽ പറയുന്നു. കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന നിരവധി സംഘർഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പലതും മാഫിയ സംഘങ്ങളെ പോലും നാണിപ്പിക്കുന്നവ. സ്കൂളുകളിലും +2 തലത്തിലുമൊക്കെ വലിയ തോതിൽ ലഹരി ഇപ്പോൾ വ്യാപിക്കുകയാണ്. മയക്കുമരുന്നിൻ്റെ സ്വാധീനം മാത്രമല്ല, കുട്ടികൾക്കിടയിൽ സിനിമ ചെലുത്തുന്ന ചില സന്ദേശങ്ങളുമുണ്ട്. ഇവയൊക്കെ ഉൾക്കൊണ്ട് ആക്രമണ സ്വഭാവമുള്ളവരായി മാറി ഏറെ വിദ്യാർത്ഥികൾ തമ്മിൽ ഇപ്പോൾ സംഘർഷങ്ങൾ പതിവാണ്. പരസ്പരം കണക്ക് തീർക്കുന്നത് കത്തി ഉപയോഗിച്ചും നഞ്ചക്ക് പോലുള്ള മാരക
ആയുധങ്ങൾ ഉപയോഗിച്ചും. സഹവിദ്യാർത്ഥിയെ കൊലപ്പെടുത്താൻ അവർക്ക് മടിയില്ല. ഇപ്പോഴിതാ തിരുവനന്തപുരം വിതുരയിൽ നിന്ന് മറ്റൊരു നടുക്കുന്ന വാർത്ത. സുഹൃത്തായ പെൺകുട്ടിയെക്കുറിച്ച് മോശം പരാമർശം നടത്തി എന്നാരോപിച്ച് 16-കാരന് നേർക്ക് സഹവിദ്യാർത്ഥികൾ നടത്തിയത് ക്രൂരമായ ആക്രമണം. ഫെബ്രുവരി 16-ാം തീയതിയായിരുന്നു സംഭവം. വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. അക്രമി സംഘത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. പിന്നീട് ആക്രമണത്തിനിരയായ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് ഈ ദൃശ്യങ്ങൾ അവർ അയച്ചു കൊടുത്തു. വീഡിയോ കണ്ട് നടുങ്ങിപ്പോയ മാതാപിതാക്കൾ പിന്നീട് ആര്യനാട് പോലീസിൽ പരാതി നൽകി. പോലീസ് ചൈൽഡ് ലൈനിലേക്ക് പരാതി കൈമാറി. രക്ഷിതാക്കളുടെ പരാതിയിൽ 3 കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. 3 പേരാണ് സംഭവത്തിന് പിന്നിൽ. 5 പേരടങ്ങുന്ന സംഘമാണ് മർദ്ദനം നടത്തിയത്. ഇതിൽ 3 പേർ കുട്ടിയെ മർദ്ദിച്ചു. വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി അടുത്തുള്ള വാഴത്തോട്ടത്തിലിട്ട് ഇവർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കുട്ടിയുടെ സഹോദരനെയും മർദ്ദിച്ചു. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഇരുവരെയും സംഘത്തിലുള്ളവർ ഭയപ്പെടുത്തി. ഫോണിൽ പകർത്തിയ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലേക്ക് അവർ ഷെയർ ചെയ്തു. പിന്നീട് അക്രമികൾ ഈ പോസ്റ്റിന് താഴെ വീരവാദം മുഴക്കി. കഴിഞ്ഞ വർഷം SSLC പഠനം പൂർത്തിയാക്കിയവരാണ് മർദ്ദനമേറ്റ 16-കാരനും മർദ്ദിച്ചവരിൽ 2 പേരും. മൂന്നാമത്തവൻ +1 വിദ്യാർത്ഥി. 16-കാരനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ഈ സംഘത്തിൽപ്പെട്ട ഒരുത്തൻ ആ 16-കാരൻ്റെ മുഖത്തടിച്ചു. പിന്നീട് കുട്ടി നിലത്ത് വീണു. പിന്നാലെ വന്നയാൾ പുറത്ത് കയറിയിരുന്ന് മുഖത്ത് തുടരെ മർദ്ദിച്ചു. ഇതിനിടെ നിലവിളിച്ച കുട്ടിയെ അക്രമികൾ ആക്രോശത്തോടെ ഭയപ്പെടുത്തുന്നു. കോഴിക്കോട് ബാലുശ്ശേരി പൂവമ്പായി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മറ്റൊരു വാർത്ത. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്നാണ് ഈ സംഭവത്തിന്റെ തുടക്കം. വിദ്യാർത്ഥികളെ മർദ്ദിച്ച രക്ഷിതാക്കൾക്കെതിരെയാണ് അവിടെ കേസ്. ഓണാഘോഷത്തിനിടയിലുണ്ടായ വാക്കുതർക്കത്തിന്റെ തുടർച്ചയായി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളും 10ാം ക്ലാസ് വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതിന് പിന്നാലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്നാരോപിച്ച് രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. വിഷയം ചോദിക്കാൻ സ്കൂളിലെത്തിയ രക്ഷിതാക്കൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. മർദ്ദനത്തിനിരയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മുഖത്തും കഴുത്തിലുമൊക്കെ പരിക്കേറ്റു. വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ തെരുവിൽ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നു. കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ ക്രൂരകൃത്യങ്ങൾക്ക് പിന്നിലെന്ത്? സിനിമയുടെ സ്വാധീനം വലിയൊരു വിഭാഗം ആരോപണമായി ഉന്നയിക്കുന്നു. എന്നാൽ മറ്റു നിരവധി കാരണങ്ങളുണ്ട്. മയക്കുമരുന്നിൻ്റെ വ്യാപനം തന്നെയാണ് ഏറ്റവും ശക്തമായവ. കേട്ടുകേൾവിയില്ലാത്ത കൊടും ക്രൂരകൃത്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഓരോ ദിവസവും നടക്കുന്നത്. വിദ്യാർത്ഥികൾ പരസ്പരം വെട്ടിമരിക്കുന്നു. തിരുവനന്തപുരത്ത് കത്തിക്കുത്ത് നടത്തിയ സ്കൂൾ വിദ്യാർത്ഥികളുടെ വാർത്ത ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടു. പത്തനംതിട്ടയിൽ നിരവധി സംഭവങ്ങളാണ് കൗമാരക്കാർക്കിടയിലെ പീഡനവും എന്തിനേറെ ഒരു പെൺകുട്ടി ഗർഭിണിയായ സംഭവവുമൊക്കെ. കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ന് സ്കൂളുകളിൽ നടക്കുന്ന ഈ കൊടും ക്രൂരകൃത്യങ്ങൾ. സഹവിദ്യാർത്ഥിയെ മർദ്ദിക്കാനല്ല കൊലപ്പെടുത്താനാണ് ഇപ്പോൾ ഗാങ്ങുകൾ ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലുള്ള സുഹൃത്ത് കൂട്ടങ്ങളല്ല പലപ്പോഴും കാണാൻ കഴിയുന്നത്. മാഫിയ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഗാങ്സ്റ്ററുകളായി പല സ്ഥലങ്ങളിലും വിദ്യാർത്ഥികൾ അധംപതിച്ചിരിക്കുന്നു. നടുക്കുന്ന വാർത്തകളാണ് ഓരോ മണിക്കൂറുകളിലും നമ്മെ തേടിയെത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.